പപ്പിക്കുട്ടൻ്റെ മേത്ത് ഒരു ഡാഷ് ക്യാം അല്ല ഡോഗ് ക്യാം വെക്കാൻ പോകണം നമ്മൾ. ഞാനും പല ഫോറിനേഴ്സിൻ്റെ വീഡിയോയിലും കണ്ടിട്ടുണ്ട് പട്ടിക്കുട്ടൻ്റെ മേത്ത് ഒരു ക്യാമറ വെച്ച് അല്ലെങ്കിൽ പൂച്ചയുടെ മേത്തൊക്കെ ക്യാമറ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ട്രയൽ വേർഷൻ നമുക്കൊന്ന് നടത്തി നോക്കാം. കൊള്ളാമെങ്കിൽ നമുക്ക് ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഈ യൂട്യൂബ് ചാനൽ പപ്പിനെ പൂർണ്ണമായിട്ട് അങ്ങ് ഏൽപ്പിച്ചാലെന്നുണ്ട്. ഇനി മുതലുള്ള വീഡിയോസ് എല്ലാം അവനങ്ങ് എടുത്തോട്ടെ. ഈ സാധനം നെറ്റിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പെറ്റ് ഹാർനസ് മൗണ്ട് എന്നൊക്കെ സെർച്ച് ചെയ്താൽ മതി. ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് കാണാം. ഇതിന് ഏകദേശം 1000 രൂപ വെച്ചായിട്ടോ. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ പപ്പിക്കുട്ടൻ ഇച്ചിരി കുഞ്ഞായതുകൊണ്ട് അവൻ ഈ സാധനം കുറച്ച് വലുതാണോ സംശയമുണ്ട്. നമ്മുടെ ക്യാമറയും കൂടെ വന്നു കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ ആക്ഷൻ ക്യാമറയുടെ വലുപ്പം കൂടെ വന്നു കഴിയുമ്പം പപ്പിക്കുട്ടൻ അത്രയ്ക്ക് അങ്ങോട്ട് സൂട്ടബിൾ അല്ല. എന്നാലും നൂഡിൽസ് പരുവത്തിരുന്ന് ഈ സാധനം കുറേ സമയത്തെ പെടാപ്പട്ടിന് ശേഷം ഞങ്ങൾ നൂർത്ത് പപ്പിക്കുട്ടൻ്റെ മേത്ത് അണിയിച്ചു കേട്ടോ. അത് ഞാൻ എനിക്കിട്ടുള്ള എന്തോ പണിയും കണ്ടാ വരുന്നതെന്ന് പറഞ്ഞിട്ട് പപ്പിക്കുട്ടൻ ദീർഘനിശ്വാസം അടക്കി പിടിച്ച് തിരിഞ്ഞു കിടന്നു കേട്ടോ. എടാ പപ്പിക്കുട്ടൻ അങ്ങ് തിരിഞ്ഞു കിടക്കാ. ഇനി നീ ആരാ? വെറും പപ്പയല്ല, ക്യാമറമാൻ പപ്പേഷ്. അതെന്നാ പോയെ? അപ്പോൾ ഇനി കൂടുതൽ ഡയലോഗ് ഒന്നുമില്ല. കണ്ടോ വിത്ത് മ്യൂസിക് പപ്പിക്കുട്ടൻ്റെ ക്യാമറ ആംഗിൾസ്. എൻ്റെ പൊന്നു, സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കാത്തതുകൊണ്ടാണോ അല്ലാത്തതുകൊണ്ടാണോ എന്തോ മാങ്കുഞ്ഞ് തുള്ളിച്ചാടി ഓടുന്നതിലാണ് പപ്പിക്കുട്ടൻ ഓടുന്നത്. അപ്പോൾ ക്യാമറയുടെ ഷേക്ക് കണ്ടിട്ട് എനിക്ക് തന്നെ തല ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഫുട്ടേജ് ഇട്ടിട്ടില്ല. കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റഡി വിഷ്വൽസ് കിട്ടുന്ന ക്യാമറയാണ് നമ്മുടെ ഇരിക്കുന്ന Insta360. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷെ അതിന് വേറൊരു ആക്സസറിയും കൂടെ വേണം. ഇതിൽ പുറത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അതിന് ഇച്ചിരി പൊങ്ങിയിരിക്കുന്ന കമ്പനിൻ്റെ ആവശ്യമുണ്ട്. ആ സ്റ്റാൻഡ് തോന്നോട്ടെ. പിന്നെ പപ്പിക്കുട്ട ഫുള്ള് യൂട്യൂബിൽ തകർക്കുമായിക്കോട്ടോ. ഇനി പപ്പിക്കുട്ടൻ്റെ വ്ളോഗ്സ് ആയിരിക്കും വരുന്നത്. നമ്മളൊക്കെ ഫീൽഡ് ഔട്ട് ആയിപ്പോയി. അതാണ് നിങ്ങളുടെ വീട്ടിൽ പപ്പിക്കുട്ടനെ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു ചെറിയൊരു കോളർ, ചെറിയൊരു ഹാർനസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ക്യാമറ വെച്ച് വിടാം. പണിയാണ്. കണ്ടോ അവന്മാരൊക്കെ താഴെ നോക്കും, നമ്മളൊക്കെ ഇങ്ങനെ കാണുന്നത്. എന്നെയൊക്കെ താഴെ നോക്കിയിട്ട് ഒരു കുടപ്പന നിൽക്കുന്നവരുണ്ടല്ലേ. പപ്പിക്കുട്ടനൊക്കെ ഇത് കണ്ടിട്ട് പിന്നെ പേടിക്കായിരിക്കുമോ? വെറുതെ അല്ല പറയുന്നതൊക്കെ പടപടാന്ന് അവൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊക്കെ കണ്ടിരിക്കുക. വീണ്ടും കാണാം. അതൊരു ടാറ്റ. അപ്പത്തെ വാ വാ ഫോട്ടോ ഓക്കേ സിറ്റ് ചടിക്ക്